ഓക്കെ. സോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ചൈതന്യ എന്നാണ്. ഞാനായിരിക്കും നിങ്ങളുടെ MSW008 ക്ലാസ് എടുക്കുന്നത് കേട്ടോ. സോ MSW008 ടൈറ്റിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണുള്ളത്. സോ അതിന്റെ യൂണിറ്റ് 1 ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഇത് നമ്മളേതായിട്ടുള്ള നോട്ട്സ് ആണ്. ഇത് നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഈ നോട്ട്സ് റെഫർ ചെയ്താൽ മതി. ഓക്കെ. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് സോഷ്യൽ ഗ്രൂപ്പ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ് നമ്മളുടെ യൂണിറ്റ് 1 വരുന്നത്. ഓക്കെ. സോ എന്താണ് ഒരു സോഷ്യൽ ഗ്രൂപ്പ്, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അറ്റ് ദ സെയിം ടൈം അതിന്റെ ബേസിക് സിഗ്നിഫിക്കൻസ് എന്താണ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ. സ്ക്രീൻ എല്ലാവർക്കും വിസിബിൾ അല്ലേ? ഓക്കെ. സോ എന്താണ്, സോ ഇതിൽ ഫസ്റ്റ് തന്നെ പറയുന്ന എന്താണ്, ഡെഫിനേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ്. സോ ഗ്രൂപ്പിന് ഡെഫിനേഷനും ക്യാരക്ടറിസ്റ്റിക്സും ആണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ. സോ ഇതിൽ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഇസ് ഗ്രൂപ്പ്. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിന് ബേസിക് ഡിഫൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. In sociology, a group is not merely a collection of people in the same place. It requires active interaction, shared identity, and mutual expectations. So, എന്താ പറയുന്നത്, ഈ സോഷ്യോളജിയിൽ നമ്മൾ ഗ്രൂപ്പിന്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ബേസിക്കലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ജസ്റ്റ് ഒരു കളക്ഷൻ ഓഫ് പീപ്പിൾ അല്ല. ഓക്കെ. ഒരു ഗ്രൂപ്പ് ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ ഒരു റൂമിൽ കൊണ്ടിടുന്നതിനല്ല നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻസ്റ്റഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഇന്ററാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഐഡന്റിറ്റീസ് ഷെയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളെ മ്യൂച്വൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. നിങ്ങൾ സെയിം എക്സ്പെക്ടേഷൻസ് ആയിരിക്കും നിങ്ങൾ ബാക്കി ഈ ക്ലാസ് റൂമിലുള്ള സ്റ്റുഡൻസിന്. ഓക്കെ. ഇത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എല്ലാവരും ഇപ്പം നമ്മൾ ഈ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്തു. ഓക്കെ. നിങ്ങളൊരു ഗ്രൂപ്പാണ്. എന്താണ് നിങ്ങളൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് ഇന്ററാക്ഷൻ ഉണ്ടാവും. ഞാനും നിങ്ങളുമായിട്ടുള്ള ഒരു ആക്റ്റീവ് ഇന്ററാക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു സർട്ടൈൻ ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി തന്നെ നിങ്ങൾ ബാക്കി മെമ്പേഴ്സിനൊക്കെ നോക്കി നമ്മൾ മെസ്സേജ് ചെയ്യില്ലേ. സോ നിങ്ങൾ എന്താണ് ഒരു ആക്റ്റീവ് ഇന്ററാക്ഷൻ കാണിക്കും. നിങ്ങൾ ഐഡന്റിറ്റി നിങ്ങൾ ഷെയർ ചെയ്യും. അറ്റ് ദ സെയിം ടൈം നിങ്ങളെ എക്സ്പെക്ടേഷൻസ് മ്യൂച്വൽ ആയിരിക്കും. നിങ്ങൾ എല്ലാവരും എക്സ്പെക്ടേഷൻ എന്താണ്, നാളെ ഒരു സോഷ്യൽ വർക്കർ ആയിട്ട് വരണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻ നിങ്ങളെ മ്യൂച്വൽ എന്തായിരിക്കും, എക്സാമിന് പാസ്സാവണം. റൈറ്റ്. സോ ഇതാണ് ബേസിക്കലി ഒരു ഗ്രൂപ്പിൽ മീൻ ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ റൂമിന്റെ അകത്ത് കൊണ്ടിടുന്നതിനല്ല നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇൻസ്റ്റഡ് എന്താണ്, ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് ഇന്ററാക്ഷൻ കാണിക്കുന്നതും ഐഡന്റിറ്റി ഷെയർ ചെയ്യുന്നതും പിന്നെ നമ്മളെ എക്സ്പെക്ടേഷനും കാര്യങ്ങളും എല്ലാം സെയിം ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നാണ് സോഷ്യോളജിയിൽ പറയുന്നത്. ഓക്കെ. സോ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ എന്താണ് പറയുന്നത് നമ്മൾ നോക്കാം. A collection of people or things regarded as a unit due to a common relation or degree of similarity. So, Oxford English Dictionary-യിൽ നമ്മളെ ഗ്രൂപ്പിന്റെ ബേസിക് ഡെഫിനേഷൻ അല്ലെങ്കിൽ ബേസിക് മീനിങ് എന്താ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു തിങ്സ് ആയിരിക്കട്ടെ, ഇതെല്ലാത്തിനും ഒരു കോമൺ റിലേഷൻ ഉണ്ട്. ഓക്കെ. അല്ലെങ്കിൽ ഒരു സർട്ടൻ ഡിഗ്രി ഓഫ് സിമിലാരിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ കോമൺ റിലേഷനിൽ എന്തായിരിക്കും, നിങ്ങൾ എല്ലാവരും സോഷ്യൽ വർക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ട്. റൈറ്റ്. സോ അതാണ് ബേസിക്കലി എന്ത് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി പറയുന്നത് ഗ്രൂപ്പിനെ പറ്റി. ഓക്കെ. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്. Two or more people who interact, share a common identity and accept mutual obligation and expectation. സോ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഗ്രൂപ്പിന് എന്താന്ന് പറയുന്നുണ്ടെങ്കിൽ രണ്ടിനും കൂടുതൽ ആൾക്കാർ ഇന്ററാക്ട് ചെയ്തിട്ട് അവർ കോമൺ ആയിട്ടുള്ള ഐഡന്റിറ്റി ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം അവരൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ.
ഇതിൽ വേറൊരു കാര്യം എന്താന്ന് പറയുന്നത്, മാക്രോ ലെവലും മൈക്രോ ലെവൽ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, മാക്രോ ലെവൽ എന്ന് പറയുമ്പോൾ സൊസൈറ്റി ആസ് എ ഹോൾ ആണ്. ഓക്കെ, നമ്മൾ ഗ്രൂപ്പിനെ മാക്രോ ലെവലിൽ പഠിക്കുകയാണ് എന്ന് പറയുന്നെങ്കിൽ ഒരു സൊസൈറ്റീനെ ഹോൾ ആയിട്ട് പഠിക്കുകയാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഫുൾ സൊസൈറ്റി ആണ്, ആൻഡ് അതാണ് നമ്മൾ മാക്രോ ലെവലിൽ പഠിക്കുന്നത്. പക്ഷെ അതൊരു മൈക്രോ ലെവൽ ആണെങ്കിൽ എന്താണ്, ഒരു സ്മോൾ സോഷ്യൽ യൂണിറ്റ് ആയിരിക്കും. ഒരു സൊസൈറ്റീനെ ഫുൾ അല്ല, ഇൻസ്റ്റന്റ് സൊസൈറ്റിയിൽ ഒരു ചെറിയ യൂണിറ്റിനെയാണ് നമ്മൾ മൈക്രോ ലെവലിൽ പഠിക്കുന്നത്. അതിൽ വേണമെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം ആയിരിക്കാം, നമ്മളെ ഫാമിലീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ക്ലബ്സ് ആയിരിക്കാം. ഇതെല്ലാം മൈക്രോ ലെവൽ, സ്മോൾ ലെവലിൽ വരുന്നതാണ് മൈക്രോ. മാക്രോ എന്ന് പറയുന്നത് വലിയ ലെവലിലാണ് വരുന്നത്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഗ്രൂപ്പ് കാണുന്നത്. ഓക്കെ, പോൾ ഹെയർസ് വ്യൂ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ the defining features of true group in social interaction, social cohesion. സോ എന്താണ് പറയുന്നത്, പോൾ ഹെയർസിന്റെ വ്യൂല് അവരെന്താ, അവര് സെർട്ടൈൻ ആയിട്ടുള്ള ഒരു ടു ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, അതിൽ പറയുന്നത് രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഗ്രൂപ്പ് വെസസ് എഗ്രിഗേറ്റ്. ഓക്കെ, എഗ്രിഗേറ്റ് എന്താണ്, ഗ്രൂപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. Okay, so an aggregate is simply a collection of individuals present in the same place at the same time who do not form a cohesive unit, interact deeply or share a common identity. So എന്താണ് aggregate എന്ന് പറയുന്നത്, ഇത് ഗ്രൂപ്പ് അല്ല. ഗ്രൂപ്പ് വേറൊരു കാര്യമാണ്, എഗ്രിഗേറ്റ് എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. ഓക്കെ, സോ എഗ്രിഗേറ്റിന്റെ ബേസിക്കലി മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് പീപ്പിൾ ഒരു സ്ഥലത്ത് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, at the same time അവർ പ്രസന്റ് ആയിരിക്കും, പക്ഷേ അവർക്കൊരു സെർട്ടൈൻ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അവർ ഡീപ്ലി ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഷെയർഡ് ആയിട്ടുള്ള ഐഡന്റിറ്റിയും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ബസ്സിലാണ്. ഓക്കെ, ബസ്സിൽ ഓരോരോ സ്ഥലത്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും കോളേജിൽ വരുന്ന ആൾക്കാരായിരിക്കും ഒരു ബസ്സിൽ പ്രസന്റ് ആയിരിക്കുന്നത്. ഒരാൾ ഓഫീസിൽ പോവായിരിക്കും, ഒരാള് മേ ബി ഒരു ലേബർ വർക്കിന് പോവായിരിക്കും, ഒരാള് സ്കൂളിൽ പോവായിരിക്കും, ഒരാള് കോളേജിൽ പോവായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഒരു ബസ്സിൽ പ്രസന്റ് ആയിരിക്കും. സോ അവരെന്താണ്, ഒരു കോമൺ ഫാക്ടറും ഇല്ല, ഒരു കോമൺ ആയിട്ടുള്ള ഗോൾ ഇല്ല, അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഇന്ററാക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഇതൊരു ഗ്രൂപ്പ് ഒരു കളക്ഷൻ ഓഫ് പീപ്പിൾ ആണ്. അതിനെയാണ് നമ്മൾ എഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എഗ്രിഗേറ്റ് മനസ്സിലാവേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ അതിനെയാണ് നമ്മൾ എഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോഷ്യൽ ഗ്രൂപ്പ് എക്സാമ്പിൾ. ഓക്കെ, ഫാമിലി, സ്പോർട്സ് ടീം, സ്റ്റഡി ക്ലബ് എന്നൊക്കെ പറയുന്ന സോഷ്യൽ ഗ്രൂപ്പ് എക്സാമ്പിൾസിൽ വരാം. പക്ഷെ ഒരു ഗ്രൂപ്പ്, സോ ഞാൻ എഗ്രിഗേറ്റ് എന്താന്ന് പറഞ്ഞു തന്നില്ലേ, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഗ്രൂപ്പ് എന്താണ്, ഗ്രൂപ്പ് സെയിം ടൈം എ കളക്ഷൻ ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കളക്ഷൻ ഓഫ് പീപ്പിൾ ആണ്. ബട്ട് അവർക്ക് എന്താണ്, സെയിം ആയിട്ടുള്ള കൊഹെൻസീവ് യൂണിറ്റ് ഉണ്ടാവും, അവര് ഡീപ്പായിട്ട് ഇന്ററാക്ട് ചെയ്യും, അവർക്കൊരു കോമൺ ഐഡന്റിറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ സോഷ്യൽ ഗ്രൂപ്പ് എക്സാമ്പിളും എഗ്രിഗേറ്റ് എക്സാമ്പിളും ആയിട്ട് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, സോ സോഷ്യൽ ഗ്രൂപ്പ് എക്സാമ്പിൾസിൽ ഫാമിലീസ് വരാം, സ്പോർട്സ് ടീം വരാം, സ്റ്റഡി ക്ലബ്ബ് വരാം. ഓക്കെ, സോ ഈ ഫാമിലിയിലുള്ള ആൾക്കാർ ഇപ്പം മദർ, ഫാദർ, സൺ, ഡോട്ടർ എന്നുള്ള സിബ്ലിങ്സ് എന്നുള്ള ഒരു ബോണ്ട് ആയിരിക്കും ഫാമിലിയിൽ സോഷ്യൽ ഗ്രൂപ്പിൽ വരുന്നത്. അവർക്ക് എന്താണോ ഡീപ്പ് ഇന്ററാക്ഷൻ ഉണ്ട്, റൈറ്റ്? അവർ ഈ ഫാമിലിന്റെ ഗോൾ എന്താണ്, ഒരു നല്ല ഫാമിലി ആയിട്ട് അവർക്ക് മുമ്പോട്ട് പോകണം എന്നൊരു കോൺസെപ്റ്റ് അവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് അത് സോഷ്യൽ ഗ്രൂപ്പ് എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് വരാം. അടുത്താണ് സ്പോർട്സ് ടീം. സെയിം വേ, എങ്ങനെ ഒരു ഫുട്ബോളിന്റെ സ്പോർട്സ് ടീം ആയിക്കോട്ടെ, ക്രിക്കറ്റിന്റെ സ്പോർട്സ് ടീം ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും എന്താണ്, ഒരു കോമൺ ആയിട്ടുള്ള ഗോൾ ഉണ്ട്, ഒരു കോമൺ ആയിട്ടുള്ള ഡീപ്പ് ഇന്ററാക്ഷനും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ തന്നെയാണ് ഒരു സ്റ്റഡി ക്ലബും വരുന്നത്. ഓക്കെ, includes active interaction, strong sense of belonging and defined goals and norms. എന്താണ് പറയുന്നത്, സോഷ്യൽ ഗ്രൂപ്പിൽ ഈ നമ്മൾ ഫാമിലി, സ്പോർട്സ് ടീം, സ്റ്റഡി ക്ലബ്, ഈ കാര്യങ്ങളെല്ലാം എന്താണ് ഇത് സോഷ്യൽ ഗ്രൂപ്പ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു ആക്റ്റീവ് ഇന്ററാക്ഷൻ കാണിക്കുന്ന ഒരു ആൾക്കാരാണ്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഇവർക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഇവർ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള റോൾസും നോംസിനും കൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ എഗ്രിഗേറ്റിന്റെ എക്സാമ്പിൾ നോക്കാം. പീപ്പിൾ വെയിറ്റിംഗ് അറ്റ് എ ബസ് സ്റ്റോപ്പ്. ഓക്കെ, ഓഡിയൻസ് മെമ്പേഴ്സ് അറ്റ് എ കോൺസേർട്ട്.
ഇൻഡിവിജ്വൽ സ്റ്റാൻഡിങ് ഓൺ എ സ്ട്രീറ്റ് കോർണർ. സോ ഇതെന്താണ്? ഇതെല്ലാം എഗ്രിഗേറ്റ് ആണ്, റൈറ്റ്? ഞാൻ എന്തായിരുന്നു നിങ്ങളോട് പറഞ്ഞത്? എഗ്രിഗേറ്റ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് പീപ്പിൾ ആണ്, പക്ഷെ അവർക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സോ ഒരു ഡീപ് ബിലോങ്ങിങ്നെസ്സോ അല്ലെ ഡിഫൈൻഡ് ആയിട്ടുള്ള റോൾസോ നോംസോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിൽ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഈ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഒരു കോൺസേർട്ട് അറിയില്ലേ? സോ ഒരു മ്യൂസിക് കോൺസേർട്ടിൽ അല്ലെങ്കിൽ ഒരു ബാൻഡ് കോൺസേർട്ടിൽ പോകുന്ന ഓഡിയൻസ് ആയിരിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിന്റെ കോർണറിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസ് ആയിരിക്കോട്ടെ, അവരെല്ലാരും എഗ്രിഗേറ്റിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ഇതിൽ എന്താണ്? ഇൻവോൾവ്സ് മിനിമൽ ഇന്ററാക്ഷൻ, നോ ഷെയർ ഐഡന്റിറ്റി ആൻഡ് നോ ഫോർമൽ സ്ട്രക്ചർ. സോ എന്താണ് ഇതിൽ പറയുന്നത്? എഗ്രിഗേറ്റ് ഇതെന്താണ് എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇന്ററാക്ഷൻ ഭയങ്കര മിനിമം ആണ്. ഇവർക്ക് ഒരു ഐഡന്റിറ്റി ഇവർ ഷെയർ ചെയ്യില്ല. നിങ്ങൾ തന്നെ വിചാരിച്ചു നോക്കൂ, നിങ്ങൾ ബസ്സിൽ സൈഡിൽ ഇരിക്കുന്ന ഒരാളോട് നിങ്ങൾ ഡീപ്പ് ഇന്ററാക്ട് ചെയ്യോ? മേ ബി അവരോട് അവര് നിങ്ങളെ നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരോട് ചോദിക്കും നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കല്ലാണ്ട് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളിലോട്ടൊന്നും പോകില്ല, ഡീപ്പ് ഇന്ററാക്ഷനിലോട്ട് പോകില്ല. നമ്മളിപ്പോ മിനിമൽ ഇന്ററാക്ഷൻ ആണ് വെക്കുക, റൈറ്റ്? അങ്ങനെ തന്നെ ഒരു ഐഡന്റിറ്റി നമ്മൾ ഷെയർ ചെയ്യാൻ കുറയ്ക്കും. ഇപ്പൊ എന്നോടൊരു ബസ്സിൽ ഒരു അറിയാത്ത ഒരാൾ എന്നോട് വന്നിട്ട് എന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എന്താണ് ഫുള്ള് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാറില്ല, ബിക്കോസ് വി ഡോണ്ട് നോ ദ പേഴ്സൺ, റൈറ്റ്? സോ അതുകൊണ്ട് നമ്മൾ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളും ഐഡന്റിറ്റി ഷെയർ ചെയ്ത് കൊടുക്കാറില്ല. സെയിം വേ ഒരു ഫോർമൽ സ്ട്രക്ചറും ഇതിന്റെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതാണ് എഗ്രിഗേറ്റഡ് ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനിയാണ് മുസഫർ ഷെരീഫ്സ് 5 ടെക്നിക്കൽ ക്രൈറ്റീരിയ. ഓക്കെ, അക്കോർഡിംഗ് ടു സോഷ്യോളജിസ്റ്റ്, a true social group must be built on 5 core elements. So എന്താണ് ഈ ഷെരീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോഷ്യോളജിസ്റ്റ് ബേസിക്കലി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ട്രൂ ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ് നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ 5 കോർ എലമെന്റ്സ് അതിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ആ 5 കോർ എലമെന്റ്സ് എന്താണെന്ന് നമ്മൾ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഇസ് common motives and goals. Okay, shared targets and desire driving the collective. So എന്താണ് common നമ്മൾ എല്ലാവരും എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എക്സാമിന് പാസ്സാവാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എല്ലാവരും മോട്ടീവ്സും ഗോൾസും എന്താണ്? കോമൺ ആണ്. ഓക്കെ, അതൊരു മേജർ ആയിട്ടുള്ള എന്താണ്? ഒരു കോർ എലമെന്റ് ആണ്. അടുത്താണ് accepted division of labor. Define roles and responsibilities for members. സോ എന്താണ്? ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആസ് എ ലേബർ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മളെ വർക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്താണ് എസ്റ്റാബ്ലിഷ് സീറ്റസ്. 1 സെക്കൻഡ് ഒരു ചെറിയ ഇഷ്യൂ ആണ് കേട്ടോ. ഇപ്പൊ വോയിസ് കേൾക്കാലോ അല്ലെ? ഓക്കെ, ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടാണ് കേട്ടോ, എക്സ്ട്രീംലി സോറി. ഓക്കെ ഓക്കെ, സോ അടുത്താണ് എക്സെപ്റ്റ്. നമ്മളെല്ലാവരും എന്താണ്? നമ്മൾ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഡിഫൈൻഡ് ആയിട്ടുള്ള നമ്മുടെ റോൾസും റെസ്പോൺസിബിലിറ്റീസും നമ്മൾ ഷെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? എസ്റ്റാബ്ലിഷ് സ്റ്റേറ്റസ് റിലേഷൻഷിപ്പ്.
ഓക്കെ, സോ എന്താണ് റിക്കഗ്നൈസ് സോഷ്യൽ റാങ്ക്, ഹൈറാർക്കി ആൻഡ് ഡോമിനന്റ് സ്ട്രക്ചർ. സോ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് എല്ലാവർക്കും ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റേറ്റസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളെ വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്കൊരു സോഷ്യൽ റാങ്ക് എന്താണ് ഗ്രൂപ്പിൽ ഉണ്ടാവും. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് നമ്മൾ എന്തിന് ആ ഗ്രൂപ്പിന്റെ ഡോമിനൻസ് സ്ട്രക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം മേ ബി എന്താണ് നമ്മളൊരു ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഒരു സർട്ടീൻ ആയിട്ടുള്ള എന്താ ഒരു സബ് ലീഡറോ അങ്ങനത്തെ ഒരു വൈസ് ലീഡറോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. പിന്നെ എന്താണ്, പിന്നെ ഓരോരോ മെമ്പേഴ്സിന് ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. സോ ടഫർ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ എന്താണ് അവർ ടോപ്പ് ഓഫ് ദി റാങ്കിലായിരിക്കും ഉണ്ടാകുന്നത്. റൈറ്റ്, സോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേറ്റസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം നമ്മൾ ഈ ഗ്രൂപ്പിൽ എന്നാണ് പറയുന്നത്. ഒരു മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഓക്കെ, പിന്നെ അടുത്താണ് accepted norms and values agreed upon rules governing group behavior. സോ എന്താണ് നമ്മൾ ഒരു സർട്ടീൻ ആയിട്ടുള്ള ഗ്രൂപ്പ് ഫോളോ ചെയ്യുമ്പോൾ, ലെറ്റ് ഇറ്റ് ബി സ്കൂൾ, കോളേജ് ഓർ വാട്ട് എവർ. ഓക്കെ, നമ്മൾ ഒരു സർട്ടീൻ ആയിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ സർട്ടീൻ ആയിട്ടുള്ള വാല്യൂസും നോംസും ഉണ്ടാവും. So as a member, we are supposed to follow those rules. Okay, നമ്മൾ അത് ഫോളോ ചെയ്യുന്നില്ല, ആ ഗ്രൂപ്പിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ്. റൈറ്റ്, സോ അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിലും വരുന്നത്. നമ്മൾ ഒരു സർട്ടൈൻ ആയിട്ടുള്ള നോംസും വാല്യൂസും എവറി ടൈം വി ആർ സപ്പോസ് ടു ഫോളോ. എന്നാൽ ആ സർട്ടൈൻ ആയിട്ടുള്ള ബിഹേവിയർ നമ്മൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഈ ഗ്രൂപ്പ് ഒരു പ്രോപ്പർ ആയിട്ട് റൺ ചെയ്ത് പോകൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫിഫ്ത്ത് വൺ ആണ് സിസ്റ്റം ഓഫ് സാങ്ഷൻസ്. Okay, development of praise, rewards or punishment penalties for respecting or violating norm. So fifth one ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു സർട്ടൈൻ ആയിട്ടുള്ള ഒരു റൂൾസും കാര്യങ്ങളെല്ലാം എന്തുണ്ട് നമുക്ക് ഫോളോ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ഇപ്പം സർട്ടൈൻ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പണിഷ്മെന്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ പെനാൽറ്റീസ് കൊടുക്കണം. അല്ലെങ്കിൽ അവർ നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് റിവാർഡ്, പ്രേസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ എന്നാലേ ഉള്ളൂ ഇവരെന്ത് ചെയ്യുള്ളൂ, ഈ മെമ്പേഴ്സ് ആ ഒരു സർട്ടൈൻ ആയിട്ടുള്ള റൂൾസിനെ റെസ്പെക്ട് ചെയ്യുള്ളൂ, പിന്നെ അത് വയലേറ്റ് ചെയ്യാണ്ട് നിൽക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കലി മുസാഫിർ ഷെരീഫ് പറഞ്ഞ 5 ടെക്നിക്കൽ ക്രൈറ്റീരിയാസ് എന്തിനു വേണ്ടി ഒരു ട്രൂ സോഷ്യൽ ഗ്രൂപ്പ് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 5 കോർ എലമെന്റ്സ് പറയുന്നത്. Essential characteristic of a group. Essential characteristic of a group. So ഗ്രൂപ്പിൽ ഒരു certain ആയിട്ടുള്ള characteristics ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ആ certain characteristics എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡിഫറെന്റ് സോഷ്യൽ സയന്റിസ്റ്റ് emphasis distinct aspects of what constitute a true group. Together these form a core dimension of the group life. So എന്താ പറയാ, ഡിഫറെന്റ് സയന്റിസ്റ്റ് അവരുടേതായിട്ടുള്ള ആസ്പെക്ട്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ആസ്പെക്ട്സ് നമ്മൾ എംഫസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പ് എന്താ കറക്റ്റ്ലി പോവൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവരെല്ലാരും കൂടിയിട്ട് സർട്ടൈൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് തിയറീസ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യത്തെയാണ് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ. സോ ഇത് ബോണസ്, സ്റ്റോക്ഡൽ ആൻഡ് ഹോമൻസ് എന്ന് പറഞ്ഞിട്ട് ഈ 3 ആൾക്കാരും കൂടി പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ. സോ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽസ് ആർ ഓൺലി എ ഗ്രൂപ്പ് ഇഫ് ദേ ആക്റ്റീവ്ലി ഇന്ററാക്ട് വിത്ത് വൺ അനദർ. സോ ഇവര് 3 പേരും എന്താ പറയുന്നത്, ഒരു ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ ഒരു ഗ്രൂപ്പിൽ വേണം എന്നാണ് പറയുന്നത്. ഇത് ഒരു കോർ ഡയമെൻഷൻ ആണ് ഒരു ഗ്രൂപ്പ് ലൈഫിന്റെ. റൈറ്റ്, സോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ ഈ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് ആക്റ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഗ്രൂപ്പിൽ 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 5 മെമ്പേഴ്സും ഇങ്ങോട്ടും അങ്ങോട്ടും ആക്റ്റീവ്ലി ഇന്ററാക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്താണ് പെർസെപ്ഷൻ ഓഫ് മെമ്പർഷിപ്പ്. മെമ്പേഴ്സ് മസ്റ്റ് കോൺഷ്യസ്ലി വ്യൂ themselves and be recognized by others as belonging to the unit.
സോ ബെയിൽസ് ആൻഡ് സ്മിത്ത് എന്ന് പറഞ്ഞ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ റിസർച്ചേഴ്സ് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർസെപ്ഷൻ ഓഫ് മെമ്പർഷിപ്പ് ആണ്. സോ മെമ്പേഴ്സ് എന്ത് ചെയ്യണം, കോൺഷ്യസ്ലി അവര് വ്യൂ ചെയ്യണം എന്നാണ്, മെമ്പേഴ്സിനെ വ്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതെന്താണ്, ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ബൈ അതേഴ്സ് ആസ് ബിലോങ്ങിങ് ടു ദ യൂണിറ്റ്. സോ ആസ് എ മെമ്പർ നമ്മൾ ഈച്ച് അതറിനെ റെക്കഗ്നൈസും ചെയ്യണം, എന്നാലേ നമ്മൾ ഈ യൂണിറ്റിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂമിലാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ഈച്ച് അതറിനെ റെക്കഗ്നൈസ് ചെയ്യും. എനിക്ക് നിങ്ങളെ പേര് അറിയണം, നിങ്ങൾക്ക് എന്റെ പേര് അറിയണം, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ ബാക്കി ആൾക്കാരെ നെയിംസും അറിയണം. എന്നാലേ ഉള്ളൂ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് നിങ്ങൾക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റിന്റെ പേര് ബാക്കി എല്ലാവരുടെ പേരും അറിയാം, ഒരു സ്റ്റുഡന്റിന്റെ പേര് മാത്രം അറിയില്ല. ഓക്കെ, ആ സ്റ്റുഡന്റിന് എന്തായാലും ഒരു ബിലോങ്ങിങ്നെസ് വരില്ല. ബിക്കോസ് നിങ്ങൾക്ക് അവരുടെ പേര് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് എന്തായാലും ഒരാൾക്ക് വിഷമം തോന്നിക്കുന്ന ഒരു കാര്യമായിരിക്കും. റൈറ്റ്. സോ ഇപ്പൊ ഒരു മെമ്പേഴ്സിന്റെ പെർസെപ്ഷൻ നമ്മൾ ഇതിൽ കൊണ്ട് നടക്കണം എന്നാണ് പറയുന്നത്. അതാരാണ്, ബെയിൽസ് സ്മിത്ത് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെയാണ് കാർട്ട്റൈറ്റ്, ജാൻഡർ, ഫിൽഡർ ആൻഡ് ലെവിൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇന്റർഡിപെൻഡൻസി. An event or action that affects one members inevitably impacts all other members. So നമ്മൾ എന്താണ്, ഒരു ഇന്റർഡിപെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ എന്താണ്, ഒരു സർട്ടൈൻ ആയിട്ടുള്ള ഇവന്റോ ആക്ഷനോ ഒരു മെമ്പറിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാക്കി മെമ്പേഴ്സിനും അത് എഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു വർക്ക് പ്ലേസ് ആയിരിക്കട്ടെ, നമ്മൾ വർക്ക് ചെയ്യുന്ന, നമ്മൾ ഒരു ക്യാബിനിൽ അല്ലെങ്കിൽ റൂമിൽ ഇരിക്കുന്ന ഒരു സർട്ടൈൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെ കൂടെ ഇരിക്കുന്നത്. ഓക്കെ, അവരുടെ മൂഡ് എഫക്റ്റ് ആവും. എന്താണ്, അവരൊരു സാഡ് ആണ് അല്ലെങ്കിൽ അവർ ഹാപ്പി അല്ല എന്നൊരു കോൺസെപ്റ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും പതുക്കെ പതുക്കെ ഒരു സാഡ്നെസ് ഫീൽ ചെയ്യും. റൈറ്റ്. ഒരു നല്ല ചിരിച്ച് നടക്കുന്ന ഒരാള് അവര് ഔട്ട് ഓഫ് മൂഡ്, ദേ ആർ നോട്ട് ഫീലിംഗ് വെൽ, ഓക്കെ, അവര് ഹെൽത്ത് ഇഷ്യൂസ് ആണ് അല്ലെങ്കിൽ അവര് മൂഡ് ഓഫ് ആണ് എന്നൊരു കാര്യം വരുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗോയിങ് ടു എഫക്ട് യു ആസ് വെൽ. റൈറ്റ്. സോ അതൊരു എന്താണ്, അത് നമ്മൾ ഒരു ഇന്റർഡിപെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു മെമ്പർ, ഒരു ഗ്രൂപ്പ് മെമ്പറിന് ഒരു സർട്ടൈൻ ആയിട്ടുള്ള ആക്ഷനോ ഇവന്റോ എന്താണ് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് ബാക്കി മെമ്പേഴ്സിനും എഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഡ്യൂച്ച് ആൻഡ് ഫ്രീമൻ പറയുന്ന ഒരു കാര്യമാണ് ഷെയർഡ് ഗോൾസ്. ഓക്കെ, മെമ്പേഴ്സ് ജോയിൻ ആൻഡ് സ്റ്റേ ടുഗെദർ primarily to accomplish a mutual target or goal. സോ എന്താണ് പറയുന്നത്, നമ്മൾ ആസ് എ ഗ്രൂപ്പ് മെമ്പേഴ്സ്, നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് എന്തിനാ വരുന്നത്, നമ്മുടെ പ്രൈമറി ഗോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മ്യൂച്വൽ ടാർഗറ്റ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും കൂടി എന്തിനാണ്, എക്സാമിന് പാസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സിൽ കയറിയത്. റൈറ്റ്. സോ നിങ്ങൾ എല്ലാവർക്കും ഒരു ഷെയർഡ് ആയിട്ടുള്ള ഗോൾ ഉണ്ട്. ഓക്കെ, അടുത്താണ് പേഴ്സണൽ മോട്ടിവേഷൻ. Individuals participate because the group helps satisfy personal needs and desire. സോ എന്താ പറയാ, പിന്നെ അടുത്തൊരു കാര്യമാണ് പേഴ്സണൽ മോട്ടിവേഷൻ. നമ്മൾ ഒരു ഗ്രൂപ്പിൽ എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ നീഡ്സും ഡിസയേഴ്സും സാറ്റിസ്ഫൈ ആവും എന്നൊരു രീതിയിലാണ്. ഞാൻ എക്സാമിന് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇടയിൽ നിന്നിട്ട് ഞാൻ ആസ് എ ഗ്രൂപ്പ്, എനിക്ക് ഗ്രൂപ്പിൽ പഠിക്കാൻ പറ്റില്ല, പക്ഷെ ചില ആൾക്കാർക്ക് ഗ്രൂപ്പിൽ ഇരുന്ന് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, അവർക്ക് വേഗം എന്താണ് തലയിൽ കയറും, പക്ഷെ എനിക്ക് അങ്ങനെ കയറില്ല. സോ അങ്ങനെയാണ്. സോ അതൊരു മീറ്റ് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ എന്ത് ചെയ്യും, അവർ ഗ്രൂപ്പിന്റെ ഹെൽപ്പ് എടുക്കും. ഓക്കെ, അവര് എന്താണ്, അവര് പേഴ്സണൽ മോട്ടിവേഷന് വേണ്ടി അല്ലെ പേഴ്സണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അവരെന്താണ് ഒരു ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ആ ഗ്രൂപ്പ് അവരെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് സ്ട്രക്ചേർഡ് റിലേഷൻഷിപ്പ്. Interactions are guided by established social norms and a system of interlocking rules. സോ എന്താണ്, നമുക്കൊരു സ്ട്രക്ചേർഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ററാക്ഷൻസ് എന്താണ് ഗൈഡഡ് ആണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ നോംസുമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ സർട്ടൈൻ ആയിട്ടുള്ള റോൾസ് ഇന്റർലോക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് മ്യൂച്വൽ ഇൻഫ്ലുവൻസ്. മെമ്പേഴ്സ് കണ്ടിന്യൂസ്ലി എഫക്ട് ആൻഡ് ആർ എഫക്റ്റഡ് ബൈ വൺ അനദേഴ്സ് ബിഹേവിയർ.
സോ എന്താണ് പറയുന്നത്? അടുത്ത ഒരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മ്യൂച്വൽ ഇൻഫ്ലുവൻസ്. നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ സർട്ടൈൻ ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും അഡാപ്റ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം ആക്സെന്റ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന കണ്ടില്ലേ? നമ്മളിപ്പം വേറൊരു നാട്ടിൽ നിന്ന്, ഇപ്പം കേരളത്തിൽ തന്നെ ഓരോരോ ആക്സെന്റ്സ് ഉണ്ട്, റൈറ്റ്? ഓരോ ഡിസ്ട്രിക്റ്റിന് ഓരോരോ ആക്സെന്റ്സ് ഉണ്ട്. സോ നമ്മുടെ ഒരു സർട്ടീൻ ആയിട്ട്, ഞാനിപ്പം കോഴിക്കോടാണ്, പക്ഷെ നാളെ ഞാൻ എന്താണ് ഒരു സദേൺ സൈഡ് ഓഫ് കേരള പോയിട്ടുണ്ട്, അവരുടെ ആക്സെന്റ് ഡിഫറെന്റ് ആയിരിക്കും, റൈറ്റ്? സോ ഞാൻ എന്താണ് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൂടെ എത്രയോ കാലം നിന്നുണ്ടെങ്കിൽ എന്റെ ആക്സെന്റും അവരെ മാതിരിയാവും. ഓക്കെ, സോ അതൊരു മ്യൂച്വൽ ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ മെമ്പേഴ്സിന്റെ കൂടെ നിന്നുണ്ടെങ്കിൽ നമുക്കും അവര് ബിഹേവിയർ എഫക്റ്റ് ആവും എന്നാണ് പറയുന്നത്. സോ അതിലെ ബിഹേവിയറിനാണ് ആക്സെന്റ് വഴിയാണ് പറയുന്നത്. സോ ഇതുവരെയാണ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ നെറ്റ്വർക്ക് പോയില്ലേ? എന്റെ വോയിസ് ക്ലിയർ ആണോ? ഒന്ന് തംസ് അപ്പ് അടിക്കാൻ പറ്റുമോ എന്റെ വോയിസ് ക്ലിയർ ആണെങ്കിൽ? ബിക്കോസ് എനിക്ക് ഇവിടെ നെറ്റ്വർക്ക് ലോസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, പ്രശ്നമല്ലേ? ഫൈൻ ഫൈൻ. ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക്കിൽ പോവാം. ഇതും കൂടി നമ്മൾ ഇന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ. പിന്നെ പ്ലോസിബിൾ എക്സ്പ്ലനേഷൻ, അത് നമുക്ക് വേണമെങ്കിൽ ഈ ക്ലാസ്സിൽ ഫിനിഷ് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഫിനിഷ് ചെയ്യാം. ഓക്കെ, സോ അടുത്താണ് 1.3 വരുന്നത്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പ് ഫോർമേഷൻ. ഓക്കെ, എന്ത് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്, എന്ത് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഫസ്റ്റ് ആണ് വൈ പീപ്പിൾ ജോയിൻ ആൻഡ് റിമെയിൻ ഇൻ ഗ്രൂപ്പ്സ്. എന്തുകൊണ്ടാണ് ഒരാൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിൽക്കുന്നതും എന്നാണ് നമ്മൾ നോക്കുന്നത്. Our decision to join or stay in a group is driven by 4 key factors: attraction to members, the group activity goals, a desire to belongingness, and external benefits. ഓക്കെ, സോ എന്തുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ ആസ് എ ഗ്രൂപ്പ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയി നിൽക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 കീ ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ആ 4 കീ ഫാക്ടേഴ്സ് എന്താണ്? ആദ്യത്തെ ആണ് അട്രാക്ഷൻ ടു മെമ്പേഴ്സ്. ആ മെമ്പേഴ്സുമായിട്ട് നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നമ്മളെ മാതിരിയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമുക്കൊരു കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് കാണുമ്പോൾ നമുക്കൊരു സർട്ടീൻ ആയിട്ടുള്ള അട്രാക്ഷൻ ഫീൽ ചെയ്യും, റൈറ്റ്? സോ അതുകൊണ്ടായിരിക്കും ആദ്യത്തെ ഒരു എന്താ കീ ഫാക്ടർ ആയിട്ട് വരുന്നത്. അടുത്താണ് ദ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആൻഡ് ഗോൾസ്. ആ ഗ്രൂപ്പിൽ നടക്കുന്ന ആക്ടിവിറ്റീസും ഗോൾസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഗെയിൻ അട്രാക്ട് ചെയ്യുന്നുണ്ട്. സർട്ടൈൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഗോൾസും നമ്മളെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആ ഗ്രൂപ്പിൽ നിൽക്കും. a desire for belongingness. ഓക്കെ, നമ്മൾ എന്താണ് ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ ഹ്യൂമൻ ബീങ്, നമുക്ക് ബിലോങ്ങിങ്നെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? സോ എന്താണ്, നമുക്ക് എല്ലാവർക്കും ലോൺലി ആയിട്ട് നിൽക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. നമ്മളൊരു സോഷ്യൽ ആനിമൽസ് ആണ്. ഓക്കെ, നമ്മൾ ഹ്യൂമൻ ആർ എ സോഷ്യൽ ആനിമൽ. ഓക്കെ, നമുക്ക് വേറൊരു ഹ്യൂമൻ വേണം ടു സർവൈവ്, റൈറ്റ്? സോ എന്താണ്, നമുക്ക് ഈ ബിലോങ്ങിങ്നെസിന്റെ ഡിസയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ ഒരു ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഒരു സർട്ടൈൻ ആയിട്ടുള്ള ആൾക്കാരെ കൂടെയാണ് എന്നൊരു ബിലോങ്ങിങ്നെസ് ഫാക്ടേഴ്സ് വരുന്നത്. അത് നമ്മളെ ഡിസയറിൽ വരും. സോ ബിലോങ്ങിങ്നെസിന്റെ ഡിസയർ കാരണവും നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കാം എന്നാണ് പറയുന്നത്. അടുത്താണ് എക്സ്റ്റേണൽ ബെനിഫിറ്റ്സ്. നമുക്കൊരു എക്സ്റ്റേണൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, എനിക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു സർട്ടൈൻ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. അത് കാരണം ഞാൻ എന്താണ്, ഈ ഗ്രൂപ്പിന്റെ മെമ്പർ ആവാൻ തീരുമാനിച്ചു. ഓക്കെ, അത് എന്തെങ്കിലും ആയിരിക്കാം. നിങ്ങൾക്ക് വേണം എക്സാമിന് പാസ് ആവാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ആൽക്കഹോൾ ഡ്രിങ്കിങ്ങിന്റെ നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു എഡിക്റ്റ് ആണ്. സോ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഡിക്ഷന്റെ ഇഷ്യൂസ് മാറാം. അങ്ങനത്തെ ഒരു സർട്ടൈൻ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബെനിഫിറ്റ്സിന് വേണ്ടി നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതില് ഇനി നമ്മൾ ഓരോരോ കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെയാണ് അട്രാക്ഷൻ ടു ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇത് ഞാൻ ഡീറ്റെയിൽ ഇനി പറയാട്ടോ. ഈ 4 കാര്യങ്ങളും ഇനി ഞാൻ ഡീറ്റെയിൽ പറയാൻ പോവാണ്.
Attraction to group members. Attraction often begins with physical closeness and sharing traits. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്കൊരു സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് എന്താ ഒരു ഫിസിക്കൽ ക്ലോസ്നെസ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു ഷെയർഡ് ആയിട്ടുള്ള ട്രീറ്റ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോക്സിമിറ്റി ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇന്ററാക്ഷൻ. Being nearby, neighbors, classmates, or roommates creates a potential for interaction and relationship building. So, എന്താണ് ഒരു പ്രോക്സിമിറ്റിയും ഫ്രീക്വൻസി ഓഫ് ഇന്ററാക്ഷനും നമുക്കൊരു അട്രാക്ഷൻ തരും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ നിയർ ബൈ ആൾക്കാരായിരിക്കോട്ടെ, നമ്മൾ നെയ്ബേഴ്സ് ആയിരിക്കോട്ടെ, നമ്മൾ ക്ലാസ് റൂമിലെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കോട്ടെ, റൂംമേറ്റ്സ് ആയിരിക്കോട്ടെ, ഇവരെന്താണ് ഒരു പൊട്ടൻഷ്യൽ, ഇവർ ഓട്ടോമാറ്റിക്കലി ഒരു പൊട്ടൻഷ്യൽ ഇന്ററാക്ഷൻ എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ. നമ്മൾ നെയ്ബേഴ്സിനെ ഡെയിലി ബേസിസിൽ കാണുന്നതാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ നമ്മൾ ഡെയിലി ബേസിസിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് ക്ലാസ്മേറ്റ്സിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ അവരോട് ഒരു പൊട്ടൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ റൂംമേറ്റ്സ് ആണെങ്കിൽ നമ്മൾ രാവിലെയും രാത്രിയും ക്ലാസ് ഇല്ലാത്ത ടൈമിലൊക്കെ അവരെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ജോബ് ഇല്ലാത്ത ടൈമിലൊക്കെ അവരെ കാണുന്നുണ്ട്. സോ അതെന്താണ് ഒരു പൊട്ടൻഷ്യൽ ഇന്ററാക്ഷൻ ആണ്, റൈറ്റ്? സോ ഇതെല്ലാം എന്താണ് ഒരു പ്രോക്സിമിറ്റി ഓഫ് ഫ്രീക്വൻസി കാരണം വരുന്ന ഒരു ഇന്ററാക്ഷൻ ആണ്. ഇവര് നമ്മളെ ഇടയിൽ ചെയ്ത് പോവാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇവരോട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്താണ് സിമിലാരിറ്റീസ്. ഓക്കെ, ഷെയർഡ് ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ആൻഡ് വൈബ്സ് ഡ്രോ പീപ്പിൾ ടുഗെദർ. നമ്മൾ എപ്പം പറയില്ലേ, നമ്മളെ ഫ്രണ്ട്സ് ആവുന്ന നമ്മളെ വൈബ് മാച്ച് ആയിട്ടാണ്, അല്ലെങ്കിൽ കല്യാണത്തിന്റെ കാര്യം വരുമ്പോൾ വൈബ് മാച്ച് ചെയ്യുന്നില്ല എന്നൊരു കോൺസെപ്റ്റ് നമ്മളിപ്പം കോമൺ ആയിട്ട് പറയാറുണ്ട്, റൈറ്റ്? സോ എന്താണ് നമ്മളൊരു വൈബ്, അല്ലെങ്കിൽ നമ്മളൊരു വാല്യൂസ്, അല്ലെങ്കിൽ നമ്മളൊരു ആറ്റിറ്റ്യൂഡ്സ് കാര്യങ്ങളെല്ലാം സിമിലർ ആണെങ്കിൽ നമുക്ക് ഈ അട്രാക്ഷൻ ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അഡീഷണൽ അട്രാക്റ്റീവ് ആട്രിബ്യൂട്ട്സ്. എന്താണ് അടുത്ത അഡീഷണൽ അട്രാക്റ്റീവ് ആട്രിബ്യൂട്ട്സിൽ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഫസ്റ്റ് പ്രോക്സിമിറ്റി ആൻഡ് ഫ്രീക്വൻസി കണ്ടു, സിമിലാരിറ്റീസ് കണ്ടു. ഇനി ഇത്തിരി അഡീഷണൽ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. ഓക്കെ, ആദ്യത്തെയാണ് പ്രസ്റ്റീജ്, ഹൈ സ്റ്റേറ്റസ്, എലൈറ്റ് റെപ്യൂട്ടേഷൻ ആൻഡ് അതോറിറ്റി ഓഫ് മെമ്പേഴ്സ്. അതും നമ്മളൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളൊരു പ്രസ്റ്റീജ്, നല്ല ഹൈ സ്റ്റേറ്റസിലുള്ള ആൾക്കാരാണ്, നമ്മൾ നല്ല എലൈറ്റ് റെപ്യൂട്ടേഷൻ, നല്ല പൈസക്കാര ഒരു റെപ്യൂട്ടേഷൻ നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു അതോറിറ്റി ഫിഗർ ആണ് എന്നുള്ള ഒരു സംഭവം വരുമ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് അട്രാക്ഷൻ ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്താണ് കോർപ്പറേറ്റീവ് എൻവയൺമെന്റ്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ജോയിന്റ് റിവാർഡ്സ് ആൻഡ് പോസിറ്റീവ് ടീം വർക്ക്. സോ എന്താണ് കോർപ്പറേറ്റീവ് എൻവയൺമെന്റ് ഉണ്ടെങ്കിൽ, ഇപ്പം ഈ ഒരു ഗ്രൂപ്പ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്രയോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ട് ഞാൻ നല്ല വേലി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ എന്താണ് ഒരു റിവാർഡ് തരും എന്നുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിനോട് അട്രാക്റ്റീവ് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആണ് സ്മോൾ ഗ്രൂപ്പ് സൈസ്, allows a deeper interaction, closer sharing and better individual attention. സോ നമ്മൾ എപ്പം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മുമ്പോട്ടുള്ള ചാപ്റ്റേഴ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിന്റെ സൈസ് മാറ്റർ ചെയ്യുന്ന ഭയങ്കര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ലാർജർ ഗ്രൂപ്പ്സ് ആണെങ്കിൽ നമ്മൾ എന്താ ഡീപ്പർ ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. നമുക്ക് അങ്ങോട്ടും പേരുകൾ തന്നെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഒരു സ്മോളർ ഗ്രൂപ്പ് സൈസ് ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇൻഡിവിജ്വൽസിനെ ഡീപ്ലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, നമ്മൾ എന്താണ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും, ഓരോ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അട്രാക്ഷൻ. സെക്കൻഡ് ആണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഗോൾസ് ആൻഡ് ടാസ്ക്. ഓക്കെ, people often affiliate because they find direct enjoyment, purpose in what the group actually does. So എന്താണ് ഒരു സർട്ടൈൻ ആയിട്ടുള്ള ഒരു മെമ്പർ ഒരു ഗ്രൂപ്പിൽ വരേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഗോൾസും ടാസ്കും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം അവർക്ക് എന്താണ് ഒരു എൻജോയ്മെന്റ് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പേർപ്പസ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ദ ഗ്രൂപ്പ് ആക്ച്വലി ഡസ് ഇസ്, രണ്ട് കാര്യങ്ങളാണ് ഗ്രൂപ്പ് ആക്ച്വലി ചെയ്യുന്നത്. ഒന്നാണ് ഡയറക്റ്റ് റിവാർഡ്സ്, ജോയിനിങ് ആൻ ഇൻട്രസ്റ്റ് ബേസ്ഡ് ഗ്രൂപ്പ്, example a photography club or an advocacy group, example protesting tuition hikes or environment destruction, directly matches personal ideas and passions. So എന്താണ് നമ്മൾ റിവാർഡ്സ് ഉണ്ടാവും.
നമ്മളൊരു ഗ്രൂപ്പ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ബേസ്ഡിലായിരിക്കും ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നത്. എനിക്കിപ്പം ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഞാനൊരു ഡ്രോയിങ് ക്ലബ്ബ് ജോയിൻ ചെയ്യും. പെയിന്റിംഗ് ആണ് ഇഷ്ടം, പെയിന്റിംഗ് ക്ലബ്ബ്. ഫോട്ടോഗ്രാഫി ക്ലബ് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനൊരു ഫോട്ടോഗ്രാഫി ക്ലബ്ബ് ജോയിൻ ചെയ്യും. സോ ഇതെല്ലാം എന്താണ്, ഒരു ഡയറക്റ്റ് റിവാർഡ് ആണ്. എനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ബേസ്ഡ് ഓഫ് ക്ലബ്സിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. അല്ലെങ്കിൽ അഡ്വക്കസി ഗ്രൂപ്പ്സ് ഉണ്ടാവും. നമ്മൾ ഒരു സോഷ്യൽ ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഡൽഹിയിൽ നടക്കുന്ന ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, നീറ്റ് പേപ്പർ ലീക്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതിനൊരു സർട്ടേൺ ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ്, ഒരു ട്യൂഷൻ ഫീസിന്റെ ഹൈക്ക് കാരണം നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അതെല്ലാം അഡ്വോക്കസി ഗ്രൂപ്പ്സിലാണ് വരുന്നത്. ഒരു എൻവയറമെന്റ് ഡിസ്ട്രക്ഷനിൽ വരുന്ന എൻവയറമെന്റിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്, അതിനൊരു സോഷ്യൽ ഗ്രൂപ്പ് അവർ ക്രിയേറ്റ് ചെയ്യും. ഈ സോഷ്യൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്വക്കസി ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. സോ ഈ അഡ്വക്കസി ഗ്രൂപ്പും സെയിം എന്താണ്, സിമിലർ ആയിട്ടുള്ള ഐഡിയാസും പേഴ്സണൽ ഐഡിയാസും പാഷൻസും വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് റിവാർഡ് ബേസ്ഡ് നമ്മൾ ഇതിനെ കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ അടുത്താണ് സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി. Homans and Gardner predicts that we join and stay in groups when the rewards outweigh the cost, yielding a net positive outcome for the individual. So social exchange theory basically എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ റിവാർഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ. റിവാർഡ് ഔട്ട്വേസ് ദ കോസ്റ്റ്, മീനിങ് ഞാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് തന്നെ എനിക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ഞാനിപ്പം ഇന്ന് അരമണിക്കൂർ ക്ലാസ്സിൽ വായിച്ചു, അന്നപ്പോ എനിക്ക് എന്താ റിവാർഡ് കിട്ടുന്നുണ്ട്. കൂടുതൽ എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 15-20 മിനിറ്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. സോ എന്താ, റിവാർഡ് കൂടുതലാണ്. ഓക്കെ. ഹാർഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഹാർഡ് വർക്കിനെയാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നതിനാണ് ഇവിടെ കോസ്റ്റ് പറയുന്നത്. സോ നിങ്ങളുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ടിനും കാട്ട് കൂടുതൽ റിവാർഡ് ആകുന്ന സമയത്താണ് നിങ്ങൾ സോഷ്യൽ എക്സ്ചേഞ്ച് തിയറിയിൽ പറയുന്നത്. ഓക്കെ. നമ്മുടെ ഔട്ട്കം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം റിവാർഡിനും കാട്ട് കുറവായതുകൊണ്ട് നമുക്ക് എന്താ ഈ ഗ്രൂപ്പിൽ നിൽക്കാൻ ഇഷ്ടമായിരിക്കും. ഓക്കെ. സോ ഇതാണ് ബേസിക്കലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പോൾ ടാസ്കിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ. പിന്നെ തേർഡ് വൺ ആണ് ബിലോങ്ങിങ്നെസ് എ നീഡ് ഫോർ അഫിലിയേഷൻ. സോ എന്താണ്, ഹ്യൂമൻ ബീങ്സ് ഹാവ് എൻ ഇന്നേറ്റ് ഡിസൈർ ടു കണക്ട് വിത്ത് അതേഴ്സ്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് എന്തോ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് വേണം. നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണ്, നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ജീവിച്ചു പോകാൻ പറ്റില്ല. സോ അത് കാരണം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ അതേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. സോ ഇതിൽ എന്താണ്, മീറ്റിംഗ് ബേസിക് നീഡ്സ്. Affiliation satisfy our psychological need for connection, while group goals help satisfy our need for achievement. സോ എന്താ പറയുന്നത്, ഈ ഗ്രൂപ്പ് ബേസിക്കലി നമ്മളെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതില് നമ്മൾ എന്താണ്, നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സും കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു ഗ്രൂപ്പിൽ നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ഗോൾസും കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്താണ് സോഷ്യൽ കമ്പാരിസൺ ആൻഡ് ആൻസൈറ്റി റിഡക്ഷൻ. So a group membership gives us a baseline to evaluate ourselves, lower anxiety and fulfill core social cravings. സോ എന്താണ്, ഇപ്പം കോവിഡിന്റെ ടൈമിൽ നിങ്ങൾക്ക് അറിയോ എനിക്ക് അറിയില്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാനൊരു സോഷ്യൽ ആനിമൽ ആണ്. ഓക്കെ. ഐ ലവ് ടു ഇന്ററാക്ട് വിത്ത് പീപ്പിൾ എന്ന്. സോ ഈ കോവിഡിന്റെ ടൈമിൽ ഞാൻ ഫുൾ ടൈം മ്യൂട്ടിലായി പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഐ വാസ് നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് ഞാൻ എത്തിപ്പോയിട്ടുണ്ടായിരുന്നു. സോ ഈ കോവിഡിന്റെ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഞാനൊരു ഷോപ്പിൽ ഒരു ചെറിയ എന്തോ കാര്യം വാങ്ങിക്കാൻ പോയാലും മേടിക്കാൻ പോയ സമയത്ത് അവര് എമൗണ്ട് പറഞ്ഞു. ഞാൻ ഈ പേഴ്സന്ന് ഈ പൈസ എടുക്കുന്ന സമയത്ത് എന്റെ ഹാൻഡ് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. സോ എനിക്ക് എന്താ ആൻസൈറ്റി പ്രോബ്ലം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത്ര കാലത്തേക്ക് ഞാനൊരു വീട്ടിൽ അടഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് സോഷ്യലി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സോ അതെന്താണ്, എന്റെ ആൻസൈറ്റി കൂടി. സോ ഞാൻ എന്ത് പതുക്കെ ഞാൻ
ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ നമ്മളിങ്ങനെ സ്മോൾ ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും, ഓൺലൈൻ ഗ്രൂപ്പ്സ് ഉണ്ടാവും, അങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എന്റെ ആൻസൈറ്റി ലോവർ ആയത്. ഓക്കെ, സോ ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ആൻസൈറ്റി ലോ, സോഷ്യൽ ആൻസൈറ്റി ഉള്ള എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ. ഓക്കെ, നമ്മൾ സോഷ്യൽ ആൻസൈറ്റിനെ പറ്റി ഇപ്പോൾ അഡ്രസ് ചെയ്യുന്നില്ല, റൈറ്റ്? സോ എന്താണ്, ഈ ഗ്രൂപ്പ്സിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആൻസൈറ്റി ലോവർ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളെ ബേസിക്കലി നമുക്ക് നമ്മളെ തന്നെ എവാലുവേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് നമ്മളെ ഈ ആൻസൈറ്റി നമ്മൾ കുറച്ച് വരും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു ന്യൂ ആയിട്ടുള്ള ക്ലാസ് റൂമിൽ തന്നെ കയറി പോയി നോക്കാം. പിന്നെ നമ്മളെ ആൻഷ്യസ് ആവും, പുതിയ ആൾക്കാരാണ്, ആരും നമ്മളെ അറിയില്ല, നമ്മൾ പുതിയൊരു എൻവയൺമെന്റിലാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആൻസൈറ്റി വരാൻ കോമൺ ആണ്, റൈറ്റ്? പക്ഷെ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ ആൻസൈറ്റി ലോവർ ആവും എന്നാണ് പറയുന്നത്. സോ അതാണ് അത്. Fourth ആണ് meeting external needs. Okay, stepping stone. So sometimes group membership is a tool to achieve an objective outside the group itself rather than for direct personal enjoyment. So എന്താണ് പറയുന്നത്, നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കുന്നത് അതൊരു ഒബ്ജക്റ്റീവ് ആണ്, നമ്മളെ എക്സ്റ്റേണൽ കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി, നമ്മൾ പേഴ്സണൽ എൻജോയ്മെന്റിന് വേണ്ടി മാത്രമല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻസ്ട്രുമെന്റൽ വാല്യൂ, using group involvement as a strategic stepping stone. Example, a professor attempting professional association meeting to increase chances of promotion. So എന്താ പറയുന്നത്, ഒരു പ്രൊഫസർ എന്താ ചെയ്യുന്നത്, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അസോസിയേഷൻ മീറ്റിംഗ് ആളെന്താ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഫഷണൽ അസോസിയേഷൻ ഗ്രൂപ്പ് മീറ്റിംഗ്സ് ആൾക്ക് ഇഷ്ടമല്ലെങ്കിലും ആളത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താണ്, ആൾക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു നീഡ് മീറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ആ എക്സ്റ്റേണൽ നീഡ്? പ്രൊമോഷനാണ്. ആ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഫഷണൽ അസോസിയേഷൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അല്ലെ നെക്സ്റ്റ്, പൊളിറ്റിക്കൽ ജോയിനിങ് ലോക്കൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ടു ബിൽഡ് വിസിബിലിറ്റി ആൻഡ് വിൻ ആൻഡ് എലക്ഷൻ. സോ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ അവരെന്താ ജോയിൻ ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് അവർക്ക് ഒരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, അവരെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടും എലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടും. ഓക്കെ, അതാണ് അവരെ എക്സ്റ്റേണൽ നീഡ് വരുന്നത്. മനസ്സിലായോ ഈ 4 പോയിന്റ്സ്? ഓക്കെ, മനസ്സിലായോ? എന്ത് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എനിക്കൊന്നും കേൾക്കുന്നില്ല, എന്റെ നെറ്റ്വർക്ക് ലോസ്റ്റ് ആയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്രയും ക്ലാസ്. സോറി, ക്ലിയർ ആണ്, മനസ്സിലായി. ഓക്കെ, എന്തായാലും ഇനി നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. മാം കുറച്ചൊന്ന് സ്പീഡ് കുറയ്ക്കാവോ ക്ലാസിന്റെ സ്പീഡ്? ഓക്കെ ഓക്കെ, ഐ എം റിയലി സോറി. ഒരു ടൈം നോക്കിയിട്ട് ക്ലാസ് നോട്ട് ചെയ്ത് ഒക്കെ കൂടെ ആവുമ്പോ അപ്പൊ ഞാൻ എഴുതി കഴിയുമ്പോഴത്തേ മാം അടുത്തത് പറഞ്ഞു. ഓക്കെ ഓക്കെ, അത് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു. അത്രയും സ്ലോ ആയിരുന്നു കേട്ടോ, എനിക്ക് അറിയില്ലായിരുന്നു. ടഫല്ലാത്തോണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ നാളത്തെ ക്ലാസ് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ്. താങ്ക് യു.